വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോമോസ് ഓഫ് ഫോട്ടോഗ്രാഫോ. എൻ്റെ അക്ഷയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, മൊബൈൽ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ പാർട്ട് 1. സോ ഈ പാർട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്യാമറ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പേഴ്സൺ ബിഹൈൻഡ് ദ ക്യാമറ. ഒരിക്കലും നിങ്ങളുടെ ഡിവൈസ് അല്ല, അത് ഉപയോഗിക്കുന്ന ആളെയാണ് ഫോട്ടോഗ്രാഫിയിൽ മാറ്റർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫോൺ ഒരിക്കലും ഫോട്ടോഗ്രാഫിയിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ. എങ്കിലും നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഒരു പഴയ ഫോണാണെങ്കിലും ഒരു സിംഗിൾ ക്യാമറ ഫോൺ ആയിക്കോട്ടെ, ഏത് ഫോണാണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് എടുക്കുന്ന ആളെക്കോട്ടിരിക്കും ഫോട്ടോസ്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സെല്ലുലാർ കമ്പനികളിലും അവരുടെ ക്യാമറയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലോട്ട് വരുന്നുണ്ട്. ആൾക്കാരെല്ലാം നല്ല ക്യാമറ ഉള്ള ഫോണാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിൻ്റെ എല്ലാം ക്യാമറാസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ട്രിപ്പിൾ ക്യാമറ, ക്വാഡ് ക്യാമറ, ആ ഒരു റേഞ്ചിലുള്ള ഫോൺസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത്. പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാരെല്ലാം അത്രയിലെ ഫോണുകളൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിൻ്റെ എല്ലാം ഹാർഡ്വെയർ അടിപൊളിയാണെങ്കിലും സോഫ്റ്റ്വെയർ എല്ലാത്തിൻ്റെയും അത്ര നല്ലതൊന്നുമല്ല. നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ അടിപൊളിയായിരിക്കും, നല്ല സെൻസറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ സ്റ്റോക്ക് ക്യാമറ ആപ്ലിക്കേഷൻ എപ്പോഴും ആ ഹാർഡ്വെയറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യത്തില്ല. നിങ്ങളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ Gcam ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് Gcam ആണ്. നിങ്ങൾക്ക് ഏത് ഫോണാണെങ്കിലും Gcam കമ്പാറ്റബിൾ വെർഷനൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ Gcam ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LRൻ്റെ ലൈറ്റ് റൂം ക്യാമറ യൂസ് ചെയ്യാം, അതും അത്യാവശ്യം നല്ലതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഫോണിൻ്റെ ഓട്ടോ മോഡിലോ അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടോ ഫോട്ടോസ് എടുക്കരുത്, ഒരു പ്രയോജനമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് നമ്മുടെ ഫോണാണ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. എപ്പോഴും ഫോണിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. സോ നിങ്ങളൊരു മാനുവൽ മോഡ് നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ മാനുവൽ മോഡ് ഇടുക, അല്ലെങ്കിൽ പ്രോയോ, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് അതിടുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ LR ക്യാമറയോ അല്ലെങ്കിൽ Gcam എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫോണിൻ്റെ ഓട്ടോ മോഡിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഫോട്ടോസ് കിട്ടണമെന്നില്ല, ചില സമയത്ത് കിട്ടും, ബട്ട് എപ്പോഴും അതങ്ങനെ കിട്ടണമെന്നില്ല. പിന്നെ അടുത്ത തിങ്, എപ്പോഴും ഗ്രിഡ്സ് ഓൺ ആക്കിയിടുക. 3x3 ഗ്രിഡ് നിങ്ങളുടെ ഫോണിന്, എല്ലാ ഫോണിനകത്തും ഗ്രിഡുണ്ട്, ഗ്രിഡ് ഓൺ ആക്കിയിടുക. ഇപ്പോൾ ലോ ഓഫ് തേർഡൊക്കെ നിങ്ങളിപ്പോൾ കേട്ട് മടുത്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് വീഡിയോസിൽ ലോ ഓഫ് തേർഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല, എങ്കിലും അടുത്ത പാട്ടിന് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കമൻറ്റ്സ് വരും. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ആദ്യമൊക്കെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ള പടങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ആദ്യമൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വെറുപ്പീര് പടങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം ഫോണിനകത്ത് എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം ചോദിക്കുമായിരുന്നു, എന്തൊരു വെറുപ്പീരാടെ, നിർത്തിയിട്ട് പൊക്കൂടെ. പക്ഷെ ഞാൻ നിർത്തിയില്ല, ഞാൻ അവന്മാരെ വെറുപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവന്മാരൊക്കെ എന്നോട് ഷൂട്ട് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് അതാ ഒരു ഫോട്ടോ. ഞാനങ്ങനെ ഒരു അഹങ്കാരം രീതിയിലൊന്നും പറഞ്ഞല്ല, ബട്ട് എങ്കിലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചത് എടുത്താണ്. നിങ്ങൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. എത്രമാത്രം ഫോട്ടോസ് നിങ്ങൾ എടുക്കുന്നോ അത്രമാത്രം നിങ്ങൾ ഇമ്പ്രൂവ് ആണ്. സോ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നെഗറ്റീവ് കമൻസ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എല്ലാവരും വെറുപ്പീരാന്നൊക്കെ പറയുന്നു, എൻ്റെ ഫോട്ടോഗ്രാഫി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻസ് കേട്ടാലും നിങ്ങൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇവരെല്ലാം ഒരു ദിവസം തിരുത്തി പറയാം, അല്ലെങ്കിൽ ഒരു ദിവസം എന്നോട് ഷൂട്ടും ചോദിച്ചുകൊണ്ട് വരും, അന്ന് ഇവന്മാരെയൊക്കെ എടുത്തോളാം എന്നുള്ള രീതി. നിങ്ങളൊരു അഹങ്കരിച്ച ഇവന്മാരെല്ലാം അവോയ്ഡ് ചെയ്ത് അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ കമൻസ് മാത്രം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ഫോക്കസ് ചെയ്യുക. കീപ് ക്ലിക്കിങ്, നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാലും ഒരു ദിവസം നിങ്ങൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ഒരു പ്രോ ആയിരിക്കും. ചില ആൾക്കാർ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ എടുക്കുന്ന ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും, ബട്ട് ചിലവർ ആദ്യമൊന്നും എടുക്കുന്ന അത്ര നല്ലതായിരിക്കത്തില്ല, ബട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പാട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത പാട്ട് നമ്മൾ ലൈവ് ഡെമോൺസ്ട്രേഷനൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതുവരത്തേക്കും ബൈ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഇപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതത്ര വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും എനിക്കതൊരു ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ആയത്.
സോ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം വരുന്നിടത്തേക്കും വരെ ബൈ ബൈ.